ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഗോപു സംസാരിച്ചതുപോലെ, സൂചിപ്പിച്ചതുപോലെ, നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിക്കുവാൻ വയനാടൻ ചുരം കയറി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് പോയ മിടുമിടുക്കനായ, പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്കോടുകൂടി പാസ്സായ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ കൊച്ചുമിടുക്കൻ, അവന് ക്യാമ്പസിൽ അനുഭവിക്കേണ്ടി വന്ന സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളുടെ കഥകൾ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ വേദനയോട് കൂടിയിട്ടാണ് ഉൾക്കൊള്ളുന്നത്. പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ എംപിയും KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യറിനും ഒപ്പം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് നമ്മുടെ സംഘടനയിൽപ്പെട്ട ആരുടെയെങ്കിലും നീതിക്ക് വേണ്ടിയിട്ടല്ല. നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും ഒരിക്കലെങ്കിലും SFI എന്ന തെമ്മാടിക്കൂട്ടത്തിന്റെ, SFI എന്ന അക്രമിക്കൂട്ടത്തിന്റെ കൊടി ഒരിക്കലെങ്കിലും പിടിക്കേണ്ടി വന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 ദിവസക്കാലം സമാനതകളില്ലാത്ത പീഡനമാണ് ആ ക്യാമ്പസിനകത്ത് 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് നേരിടേണ്ടി വന്നത്. അവനെ ഒന്നാമത്തെ ബെൽറ്റ് വെച്ച് തല്ലി ആ ബെൽറ്റ് പൊട്ടുന്നത് വരെ ആ മർദ്ദനം തുടർന്ന്, രണ്ടാമത്തെ ബെൽറ്റ് പൊട്ടുന്നത് വരെ ആ മർദ്ദനം തുടർന്ന്, അതിനുശേഷം അവന്റെ ശരീരത്തിന് കുറുകെ കസേര വെച്ച് ഇരുമ്പ് ദണ്ട് വെച്ച് അവനെ മർദ്ദിച്ച്, അതിനുശേഷം ചോരയൊലിച്ച് ശരീരമാസകലം മുറിവ് പറ്റിയ ചെറുപ്പക്കാരനെ പരിപൂർണ നഗ്നനായി 130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് നടക്കാൻ വിട്ട്, അതിനുശേഷം തല്ലിയും ഇടിച്ചും ആ ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷം കൊന്ന് കെട്ടിത്തൂക്കി അതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കുവാൻ ബോധപൂർവമായ ശ്രമം SFI എന്ന് പറയുന്ന നരാധമ കൂട്ടത്തിൽ നിന്നുണ്ടായപ്പോ ഇന്നത്തെ ദിവസം വരെ ആ കൊലപാതകത്തിൽ കൊലക്കുറ്റം പോലും ഈ സംസ്ഥാന സർക്കാർ കേസെടുക്കുവാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ഞങ്ങൾ പ്രതിഷേധവുമായി കടന്നു വന്നവരാ. ഈ സമരപ്പന്തലിരിക്കുമ്പോ മൊബൈലിലൂടെ വിവിധ ചാനലുകളിലൂടെ ഈ സമരത്തിന്റെ വിഷ്വലുകൾ ഞങ്ങൾ സമരപ്പന്തലിൽ നിന്ന് ഞാനും അലോഷിയും ജബി മേത്തറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ KSU ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, മഹിളാ കോൺഗ്രസ് ആകട്ടെ, മറ്റേതൊരു സംഘടനയാകട്ടെ, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുമ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ്, ഉദ്ഘാടന യോഗത്തിന് ശേഷമാണ് പോലീസ് പിരിച്ചുവിടുവാൻ വേണ്ടിയിട്ട് ജലപീരങ്കി ഉപയോഗിക്കുന്നത്. എന്നാൽ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ KSUവിന്റെ സമരോജ്വലരായ സഹപ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് ബോധപൂർവമായി ഈ സമരത്തെ രക്തത്തിൽ മുക്കി കുളിപ്പിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെല്ലുമ്പോൾ തന്നെ ലാത്തി ചാർജ് ഉണ്ടാവുകയാണ്. ഒരു KSU പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റി അവനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ നാട്ടിലെ പോലീസുകാരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, തൊട്ടപ്പുറത്ത് CPO ഉദ്യോഗാർത്ഥികളുടെ ഒരു സമരം നടക്കുന്നുണ്ട്. അവർ സർവീസിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടാണ് സമരം നടക്കുന്നത്. അതിനപ്പുറത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ സമരം നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മാസം ജോലി ചെയ്തതിന്റെ ശമ്പളം ഈ മാസം ലഭിക്കാത്തതിനെതിരായിട്ടാണ് അവരുടെ സമരം നടക്കുന്നത്. ഞങ്ങൾ ഈ സമരം നടക്കുന്നത് ഞങ്ങളുടെ ആരുടെയെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഈ നാട്ടിൽ പഠിക്കാനായി ഒരു ക്യാമ്പസിലേക്ക് പോയ ഒരു വിദ്യാർത്ഥി മൃതശരീരമായി തിരിച്ച് വീട്ടിലേക്ക് അയക്കപ്പെടുമ്പോൾ ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന വേദനയുണ്ട്. കേരളത്തിലെ കോടാനുകോടിയിൽ വരുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. സമരം ചെയ്യുമ്പോൾ പോലീസുകാരെ കേൾക്കാൻ പറയുക, ഞങ്ങളുടെ ഈ സമരപ്പന്തലിന് നിങ്ങളുടെ വൃത്തികെട്ട പോലീസിന്റെ കാവൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലുമൊക്കെ കഴിഞ്ഞ ദിവസം കയറിയ ഒരു മരപ്പട്ടിയുണ്ട്. ആ മരപ്പട്ടിയെ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ആ മരപ്പട്ടി വിജയനേക്കാൾ അന്തസ്സോടുകൂടി ഈ ആഭ്യന്തര വകുപ്പ് കൈയാളുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ട്. ആ മരപ്പട്ടിയേക്കാൾ കഷ്ടമായി, മരപ്പട്ടിയുടെ അത്ര പോലും ബുദ്ധിയോ വിവേകമോ ചിന്തയോ ഇല്ലാത്ത പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും അയാളുടെ തിരുട്ട് ഫാമിലിയുടെയും സംരക്ഷണം ഏറ്റെടുത്തതോടുകൂടിയിട്ട് കേരളത്തിലെ പോലീസിന്റെ വിചാരം അവരും ഗുണ്ടകളായി മാറിയെന്ന. പോലീസിനോടൊരു കാര്യം പറഞ്ഞേക്കാം, നാളെയും മറ്റന്നാളും ഇനി അങ്ങോട്ട് ഈ നിരാഹാര സമരം ഉള്ളിടത്തോളം ദിവസങ്ങളിൽ ഇവിടെ വിവിധ സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടാകും.
ആ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി കടന്നു വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ അങ്ങ് കൈകാര്യം ചെയ്യാമെന്നാണ് പോലീസുകാരൻ വിചാരിക്കുന്നതെങ്കിൽ ആ പോലീസുകാരോട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഞങ്ങൾ നിരാഹാര പന്തലിൽ സമരമിരിക്കുകയാണ്, അല്ലാതെ മോർച്ചറിയിൽ മൃതശരീരമായിട്ടിരിക്കുകയല്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്താൽ ആ സെക്രട്ടേറിയറ്റിന്റെ വളപ്പിലേക്ക്, ആ ബാരിക്കേഡിലേക്ക് ഞങ്ങളൊരു വരവ് അങ്ങ് വരും ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ. ആ വരവ് നീ ഒന്നും താങ്ങത്തില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടും ക്രമസമാധാന പാലനം നടത്തിയാൽ മതി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയൊന്നും ഇവിടെ ഒരു പോലീസ് ഏമാനും നടത്തണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് KSUക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഞങ്ങൾ അവരെ മടക്കി വിളിച്ചതാണ്. മടക്കി വിളിച്ചതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നത്. അല്ലാതെ നിങ്ങളുടെ ആ പീറ ജലപീരങ്കിയും ആ 100 പോലീസുകാരുടെ പീറ ലാത്തിയും ആ ഷീൽഡും കണ്ടിട്ട് തിരിച്ചു പോരുന്നവരല്ല. ഞങ്ങൾ മടക്കി വിളിച്ചില്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ അവിടെ ഏത് എക്സ്ട്രീം വരെ പോകുമെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങനെ മടക്കി വിളിക്കുമെന്ന് പോലീസ് വിചാരിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം, ഈ സെക്രട്ടേറിയറ്റ് സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് KSU.